ഹായ്, ഇനി പിടിക്കാൻ്റെ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് പുതിയൊരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നലെ വീഡിയോ ഇടാത്തതിന് കാരണം എനിക്ക് വയ്യാത്തത് കാരണമായിരുന്നു കേട്ടോ. ആശുപത്രിയിലേക്കായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ വയനാട്ടിൽ തന്നെ ഒരു 2 സ്ഥലം കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പത്തേക്കും കുറച്ചും കൂടി ഒന്ന് റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ണൂരും കാസർഗോഡും അതുകൊണ്ടാട്ടോ അധികം ഒന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം പ്രശ്നമായിരുന്നു, വയ്യാത്തത് കാരണമാണ് മെയിൻ ആയിട്ട്. അത് ഒന്നല്ലെങ്കിൽ എന്തോ പറ്റി, ഗ്യാസിന്റെ ഒക്കെയാന്നാണ് ഡോക്ടർ പറഞ്ഞത്. പോയിസന്റെയും ചെറുതായിട്ടുണ്ട്. അപ്പൊ കപ്പ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും സീനായി കാണുമായിരിക്കും. ഞാൻ പഴംപൊരിയാണോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ഈ ബുൾജെറ്റിനെ കാണിക്കാത്ത എന്താന്ന് പലരും ചോദിച്ചു. ഞങ്ങളുടെ വീഡിയോയില് ഫസ്റ്റ് മുതല് ഉള്ള ആൾക്കാർക്ക് അറിയാം, ഞങ്ങള് എപ്പോഴും പറയുന്ന ഒരു പേരായിരുന്നു ഈ ബുൾജെറ്റുകാരുടെ കാര്യം. അപ്പൊ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു അവരെ കാണണം എന്നുള്ളത്. ചാനലും കാണിക്കണം, അവരെ കാണണം എന്നും. അവരെ ചാനൽ ഇടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ ചാനലിൽ അവരെ കാണിക്കണം ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അവര് വീട്ടിൽ ചെന്ന അവിടെ തന്നെ അവര് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ചെറിയൊരു വീഡിയോ കൂടി എടുത്തോട്ടെ. അപ്പൊ നമ്മുടെ എബിൻ പറഞ്ഞ എന്താ അറിയോ, മൂത്തവൻ പുള്ളി പറഞ്ഞു, അയ്യോ ചേട്ടാ ഈ പാവങ്ങളെ വിട്ടേക്കുന്നത്. അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മളോട് പറഞ്ഞു വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ മൊത്തത്തില് വീടും അധികം ഒന്നും കാണിക്കാത്തത്. പിന്നെ ഞങ്ങളോട് പറഞ്ഞു വീടും വണ്ടിയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. പിന്നെ നമ്മളോട് ഈ ഒരു ഡയലോഗ് പറഞ്ഞ ശേഷം നമുക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ. പിന്നെ ഞങ്ങൾ അതൊന്നും വലിയ വീടും അങ്ങനെ ഒന്നും എടുക്കാൻ നിന്നില്ല. പക്ഷെ ഞങ്ങളോട് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് കാരണം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവരുടെ വീഡിയോയിൽ എടുക്കണം നമ്മൾ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ ഗ്ലാസ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാനോ ഒന്നും പറയാനോ നിന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ മല്ലുവിന്റെ വീട്ടിൽ പോയപ്പം മല്ലുവിന് കേസും കാര്യങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കണ്ട. കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഒരു പണി ഒരുത്തം തന്നിട്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒളിക്യാമറയൊക്കെ വെച്ച് വന്ന് വീഡിയോസ് ഒക്കെ എടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ മല്ലുവിനെ ഞങ്ങളൊന്നും പറയില്ല കേട്ടോ. കാരണം കേസ് കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ ബുൾജെറ്റുകാര് ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു കേട്ടോ. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അവര് ഞങ്ങളോട് അങ്ങനെ പറയൂന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം ഞങ്ങൾ അവരുടെ ചാനലിൽ ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ വീഡിയോയിൽ അവരെ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ. അത് നടന്നില്ല കേട്ടോ. എന്തിലാവട്ടെ, അവർക്ക് പേഴ്സണലായിട്ട് വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. നമ്മൾ പിന്നെ അതിനകത്ത് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങളിന്ന് വീട്ടിൽ നിന്നാണ് കേട്ടോ പോണേ. അപ്പോൾ കുഞ്ഞാറ്റേനെയും കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ഹായ് പറ കുഞ്ഞു. ഹായ്. എന്റെ ഉടുപ്പ് എങ്ങനെയുണ്ട്? അച്ഛനും ചെയ്യാൻ ഒരേ കളറാന്ന് പറയാം. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടപ്പോ ഈ കളർ ഡ്രസ്സ് വേണമെന്ന് മുട്ടം കച്ചറ കേട്ടോ. അങ്ങനെ എടുത്തിട്ട് കൊടുത്തതാണേ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരാപ്പുഴ ഡാമിന്റെ അടുത്തേക്ക് എത്തി തുടങ്ങിട്ടോ നമ്മള്. പിന്നെ നമ്മള് ഇന്ന് നോക്കിയിട്ടില്ല കാണാൻ. സാധാരണ ഈ കാടെല്ലാം അവിടെ നശിപ്പിച്ച് കളയുന്നതാണല്ലോ ഈ സമയമാകുമ്പോഴത്തേക്കും അല്ലേ. പിന്നെ നമ്മൾ ഇന്നൊരു ടെസ്റ്റ് വീഡിയോയും കൂടിയാണ് കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഇന്ന് ക്യാമറയിൽ വേറെ സെറ്റിംഗ്സിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണുന്നവരെല്ലാവരും കമന്റ് ചെയ്യണം. അതനുസരിച്ച് വേണം നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങള് കാക്കവയല് കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ ഞങ്ങളുടെ വയനാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഇപ്പൊ വെച്ചിട്ടുണ്ട്. ഇവിടെ പുതിയതായിട്ട് വെച്ചതാണ് ഇത് കേട്ടോ. സ്പീഡ് ബ്രേക്കർ ആണ് എന്താണെന്നറിയോ, ഇവിടുന്ന് ഒരു നമ്മളിപ്പോ ഇറങ്ങിയ സ്ഥലല്ലേ, ഈ സ്പീഡ് ബ്രേക്കർ തൊട്ട് അങ്ങ് ലാസ്റ്റ് വരാൻ സ്ട്രെയിറ്റ് വഴി, നല്ല വഴിയാണ്, നല്ല പിടിപ്പിച്ച് പോവാൻ പറ്റിയ ഏരിയ ഉണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോ എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്നറിയോ ഇവിടെ. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം വെച്ചിരിക്കുന്നതാണ് കേട്ടത്. അവിടെ കുറെ വണ്ടികളുണ്ട്. ഞാനോ ഇല്ലെന്നാണ് പറയുന്നത്. ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ട്. അടുത്ത സ്പീഡ് ബ്രേക്കർ വന്നത് ഇവിടെ തന്നെ കൊറേ എണ്ണം ഉണ്ട് അല്ലേ. ഒരു 4-5 എണ്ണത്തിന് എടുത്തുണ്ടോ? 4-5 ഇല്ല, 1 2 3 4 ഉണ്ട്. 4 നല്ലതെന്തായാലും. അതെ. അങ്ങനെ ഞങ്ങള് ചുണ്ടേല് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമ്മള് ആദ്യം പോകുന്നത്, നമ്മൾക്ക് ഇവിടെ ഒരു പൂക്കോട് ലേക്ക് ഉണ്ട്. ആ ലേക്കിന്റെ അടുത്ത് തന്നെ, ലേക്കിന്റെ അങ്ങോട്ട് കയറുന്ന എൻട്രൻസിന്റെ അവിടെ ആയിട്ട് നമുക്കൊരു ബേർഡ്സിന്റെ പാർക്ക് വരുന്നുണ്ട്. ആ പാർക്കിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം അല്ലേ. നമ്മൾ പോണ വഴിക്ക് ഒരു സംഭവം കണ്ട് നിർത്തിയതാണേ.
ഈ സംഭവം അല്ല കേട്ടോ. ഇത് നോക്കിയേ, ഇന്ന് രണ്ടുപേരും ഒരേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇരിക്കണുണ്ട്. അതിൽ ടീം നല്ല ഉറക്ക. കുഞ്ഞാറ്റേ പക്ഷികളെ കാണുന്നൊക്കെ പറഞ്ഞു വന്ന ടീമാണ്. പക്ഷികൾ കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വേറെ സംഭവം കണ്ട് നിർത്തിയതാണ്. എന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ആൻസി വരുന്നില്ല. ഇത് കണ്ടോ, ഈ കിടക്കണ വണ്ടി കണ്ടോ, വണ്ടർ ഓഫ് വാവ് പാർക്ക്. ഇത് വൈത്തിരിയിൽ വരുന്നൊരു പാർക്കാട്ടോ. ഇതിൽ സൈക്കിൾ റൈഡ് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, അഡ്വഞ്ചർ പാർക്കാണ് വരുന്നത്. ഇതാണ് ഇതിവിടെ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടോ, ഇത് നിസാൻ്റെ ഒരു വണ്ടിയാണ്. സാധനം എങ്ങനെയുണ്ട്? അമ്മ, ഇതിപ്പോഴും റണ്ണിങ് കണ്ടീഷൻ തന്നെയാണ് കേട്ടോ. രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് മിലിറ്ററി പർപ്പസിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വണ്ടിയാണ്. ഞാൻ എത്തി വലിച്ച് നോക്കിയിട്ട് പോലും ഉള്ളിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ള. ഓക്കെ, ആ ആൻറ്റീനെ ഇരിക്കുന്നത് വണ്ടി ഓടും കേട്ടോ. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞേ ഇതാണ് നിസാൻ്റെ ഒരു വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. പഴയൊരു വില്ലീസും കിടപ്പുണ്ട് കേട്ടോ ഇവിടെ. സ്കാൻ മീ വയനാട് അഡ്വഞ്ചർ. ഇത് സ്കാൻ ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസ് മൊത്തം അറിയാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമായിരിക്കും. ലോക്കാണോ നോട്ടെ, ലോക്കാട്ടോ, ഇല്ലെങ്കിൽ ഉള്ളിലൊന്ന് കയറി കാണിക്കാമായിരുന്നു. കണ്ണാടിക്ക് പോയി. ഞാനിത് കണ്ടോ, കറക്റ്റ് ഇതാ ഈ ഒരു ഹൈറ്റിലാണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. ഈ ഒരു ഹൈറ്റ് അത്രേ ഉള്ളൂ. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ പഴയ വില്ലീസ് ഒരെണ്ണം കിടപ്പുണ്ട്. വില്ലീസ് കൊള്ളാം, വില്ലീസ് അടിപൊളി കേട്ടോ. ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നൊരു വണ്ടി എന്ന് പറഞ്ഞാൽ അത് ഈ വില്ലീസ് തന്നെയാണ് കേട്ടോ. വില്ലീസിൻ്റെ വണ്ടിയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക. നോക്കി എത്ര ഗിയറാണ്, 1 2 3. അതൊക്കെ എന്തിനാണോ, അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വലിയ വർത്താനൊന്നും പറയുന്നില്ല കേട്ടോ. എന്തായാലും ഇത് പൊളിച്ച് അങ്ങനെ നമ്മൾ ആ വണ്ടീൻ്റെ അടുത്ത് പോവാട്ടോ. നമ്മളടുത്ത് ചേട്ടൻ പറഞ്ഞു നമ്മുടെ വണ്ടിയും കൊണ്ട് വേണമെങ്കിൽ ഉള്ളിലേക്ക് ഒന്ന് കയറിക്കോ, അവിടെ പോയി റൈഡിലൊന്നും കയറണ്ട. ആൻസി, ഒരു സംഭവമുണ്ട്, നമുക്ക് മേളിലൊന്ന് പോയിട്ട് വന്നാലോ. ചേട്ടൻ പറഞ്ഞ് മേളിൽ വേണമെങ്കിൽ ഒന്ന് കയറിക്കോന്ന്. അവിടെ ചെന്ന് അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൈക്കിളിൻ്റെ സിപ്പിലൈൻ്റെ സൈക്കിൾ ഓടിച്ചത് അതൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. സംഭവം നമ്മുടെ വണ്ടി കൊണ്ട് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ പേടിക്കണ്ടല്ലോ. 1 കിലോമീറ്റർ. അയ്യോ, നമ്മുടെ വണ്ടി കൊണ്ട് പോക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടാ വിളിക്കുന്നേ, ഒന്ന് പോയി നോക്കാം. വേറെ വണ്ടി ഉണ്ടാവും. റൈറ്റിലേക്കാണോ റൈഡൊക്കെ വരുന്നത്? വണ്ടി വലിയ വണ്ടി കേട്ടോ. നമ്മുടെ അടിയിൽ നമ്മള് കുഞ്ഞു വണ്ടി, ഞങ്ങൾ ഷാട് എണീറ്റു കേട്ടോ. ഞങ്ങള് വൈന് ഞങ്ങളുടെ അച്ഛനെ കണ്ടേ, അപ്പൊ ഞങ്ങള് ഏറ്റു. അച്ഛനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഏറ്റതാട്ടോ. അപ്പൊ നമ്മള് നന്നായല്ലോ, കിളീനെ കാണുകയും ചെയ്യാം. ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ കുത്തി വിളിച്ചെണീപ്പിക്കേണ്ടി വന്നേ. ഇവിടെ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആ സൈക്കിളിൽ പോകുന്ന ഞാൻ കണ്ടു. അതേപോലെ സിപ്പ് ലൈൻ, ഇവിടെ സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് 300 മീറ്റർ ആണ്, 400 രൂപയാണ് സിപ്പ് ലൈനിൽ കയറുന്നതിന്. പക്ഷെ അത് നമ്മൾ അപ്പുറത്ത് ചെന്നിട്ട് അതേപോലെ തിരിച്ചും വിടും. അപ്പൊ 600 മീറ്റർ ആയി. അങ്ങനെ നോക്കുമ്പോ ഏറ്റവും വലുത് ഇത് തന്നെയാണ്. അപ്പൊ 600 മീറ്ററിന്റെ മേളിൽ വരുന്നു, 300 കൂടുതലുണ്ട് ഒരു സൈഡ്. ഇത് കണ്ടില്ലേ, ഒരു എസ്റ്റേറ്റ് ആണ് സംഭവം. കാപ്പി നിക്കണില്ല, കാപ്പിയുണ്ട് തേയിലയുണ്ട്. അതിന്റെ എസ്റ്റേറ്റിന്റെ നടുക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1 കിലോമീറ്റർ ഏതാണ്ട് മേളിലേക്ക് ഉണ്ട്. ഇവരുടെ വണ്ടി മാത്രം ശരിക്കും ഇവിടുന്ന് കയറ്റി വിടുള്ളൂ? അല്ല, ഏത് വണ്ടി കൊണ്ട് വേണം കയറാം. പിന്നെ ആ വണ്ടിക്കൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഞാൻ വിചാരിച്ചേ, ആ ചേട്ടൻ പെട്ടെന്ന് വന്നപ്പോ ഞാൻ വിചാരിച്ചു പൈസ വല്ലതും കൊടുക്കേണ്ടി വരും. പൈസ ഒന്നും കൊടുക്കണ്ട. നമുക്ക് യാത്രയ്ക്ക് വേണ്ടിട്ട് അത് നമ്മളോട് ചോദിച്ചാലോ? അത് കിട്ടും. ഇനി മൊയിലാളിനോട് ചോദിച്ചാലോ? അത് കിട്ടും. ചോദിച്ചാ മതി കേട്ടോ. അങ്ങനത്തെ വിഷയം മേളിലേക്ക് പോയിട്ട് കാണാം. ഇത് അല്ല, വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇതേപോലെ വയനാട്ടിൽ ഒരുപാട് പുതിയ ടൂറിസം സംഭവങ്ങൾ ഇഷ്ടം പോലെ വയനാട്ടിൽ. ഞങ്ങളുടെ വയനാട്ടിൽ കടുവ മാത്രല്ല ഉള്ളത്, പക്ഷെ ഞങ്ങൾക്ക് ഭീഷണി ആയിക്കൊണ്ടിരിക്കുന്നത് കടുവയാണ് കേട്ടോ. അതാണ് വയനാട്ടിലെ എന്താ പറയാ, കടുവ ഒരു സീനാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനെ പിടിച്ചൊക്കെ ഞങ്ങൾക്ക് അവിടെ വീഡിയോ എടുക്കാൻ പോണെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു അതെങ്ങനെയാണ് ആ വീഡിയോ എടുക്കുക. ഞങ്ങളോട് കുറെ ആൾക്കാർ പറഞ്ഞു അതിന്റെ വീഡിയോ എടുക്കണം, പക്ഷെ നമുക്കത് പറ്റൂല. ഒരു ജീവനാണ് ഒരു കടുവ തിന്നു തീർത്തത്. അതൊരു ഒരു കുടുംബം പുലർത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു സാധാരണ ക്ഷീര കർഷകന്റെ ഒരു ജീവിതമാണ് നശിപ്പിച്ചു കളഞ്ഞത്. എന്നിട്ട് വരെ അതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞപ്പോൾ പോലും
അതിന് എതിരെ കൊണ്ടുപോയി കേസ് ഹർജി കൊടുത്തു. പക്ഷെ ആ കുടുംബത്തില് ആ പുള്ളിയുടെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഹർജി കൊടുക്കില്ലായിരുന്നു കേട്ടോ. ആ ഹർജി കൊടുത്തവന് പണി കിട്ടി. 25,000 രൂപ പിഴ. 25,000 അല്ലായിരുന്നു വേണ്ടത്. അവനത് എന്ത് ചെയ്ത് അത് ഫേമസ് ആവാൻ. പക്ഷെ ഫേമസ് ആവാൻ പല വഴികളുണ്ട്. പക്ഷെ ഇങ്ങനത്തെ വഴികളൊന്നും മേലെ ഏറ്റെടുക്കരുത്. കാരണം അതെന്താന്ന് വെച്ചാൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട് നാടും വീടും മുഴുവനും ആ ആളുടെ ജീവന് വേണ്ടിയിട്ടാണത് കൂടെ നിന്നപ്പോൾ എന്നാലും അയാളൊക്കെ ശരിക്കും വീഡിയോയിലൊക്കെ കാണിക്കും. അയാളെ വേണം വീഡിയോയിൽ കാണിക്കാൻ. അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധർ എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെയുള്ള മനുഷ്യന്മാരെയൊക്കെ ശരിക്കും ആ കടുവേനെ കിട്ടണേന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോ. കാരണം ഒന്നല്ല ഒരു 1000 എണ്ണത്തിന്റെ മേളിൽ ഉണ്ടാവും നമ്മുടെ നാട്ടില് കടുവകള്. പക്ഷെ അതിനെ കൊല്ലണം എന്നാണ് ആഗ്രഹം. കാരണം അതൊരു ഒരു ജീവൻ തിന്നു കളഞ്ഞ ഒരുത്തനാണ്. വെറുതെ വിടാൻ പാടില്ല. നമ്മളിതാ ഇങ്ങനത്തെ ഒരു വഴി കൂടി നല്ല വഴിയാണല്ലേ. അതായത് ഇവരുടെ തന്നെ വണ്ടി ആയിരിക്കും ചിലപ്പോ. അവരുടെ ജീപ്പും ഉണ്ട്. അമ്മേ അവിടുന്ന് വലിയൊരു കയറ്റാണല്ലോ. കേട്ടോ കേറുവോ അറിയില്ല. പോയി നോക്കാം. അങ്ങോട്ട് എത്തിയിട്ട് കാണാം അല്ലേ. ഞാൻ ഓഫ് ചെയ്യട്ടെ എന്നാ പിന്നെ. ഒരു യമണ്ടക്കം കേറ്റാണ്. നമുക്കൊരു വലിയ പരീക്ഷണം തന്നെയാണ്. കൊച്ചു മെയിൻ പ്രശ്നമുള്ള സ്ഥലം കേറി കേട്ടോ. ഒന്ന് വലി മുട്ടുന്ന പോലെ ആയി. പക്ഷെ കേറി. നമ്മളങ്ങനെ ഞാനും ഇതുവരെ ചതിച്ചിട്ടില്ല. കേറ്റമൊക്കെ അത്യാവശ്യം കേറുന്നുണ്ട്. അങ്ങനെ നമ്മള് മേളിലെത്തി അല്ലേ? ഇല്ല, ഇനിയുണ്ട്. ഇത് എക്സിറ്റ് പോണ വഴിയാണ് ശരിക്കും. അല്ല ഇതാ എക്സിറ്റ്. അവിടെ ഒരു മിലിറ്ററി ട്രക്ക് കിടപ്പുണ്ടല്ലോ. അത് പൊളിച്ചു കേട്ടോ. സൈക്കിള് പോണോ? അത് പക്ഷെ അത്രയും ദൂരമുണ്ട്. നല്ല ദൂരമുണ്ട്. ആൻസിക്ക് കാരണോ? ഇതിന്റെ സിപ്പ് ലൈനെ കാരണം ആൻസിക്ക് ചവിട്ടി മടുത്ത്. ചവിട്ടേ മടുക്കൂല. തന്നെ ചവിട്ടണ്ടേ, നമ്മൾ തന്നെ ചവിട്ടണ്ടേ. അതൊക്കെ വേണം, അല്ലാണ്ട് വേറെ ആരും ചവിട്ടി തരും. ഒരു മിലിറ്ററി വണ്ടി ട്രക്ക്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ മുകളിലെത്തി. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമോ. നമ്മൾ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു സംഭവം കേട്ടോ. ഈ വണ്ടി നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. ഇതെന്തായിരിക്കും ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്? നമുക്ക് റൈഡ് കിട്ടുമോ? പോലീസാണ്. ഇതും താഴെ കണ്ടൊക്കെ ഈ മിലിറ്ററി യൂസിന് ഉപയോഗിച്ചുകൊണ്ട്. ഇത് പിന്നെ മിലിറ്ററി നമുക്ക് എല്ലാവർക്കും അറിയാം. താഴെ കണ്ട വണ്ടി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നോക്ക് എന്തൊക്കെ ടയർ നോക്ക് അല്ലേ. 4 ടയറുള്ളൂ. 4x4 ആയിരിക്കും ഈ വണ്ടി. ഇതിൻ്റെ പാലേ കയറി നോക്കാമല്ലോ. വേണ്ട, ഇതിലൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അപ്പുറത്തേക്ക് ഒന്ന് പോയി നോക്കാമേ. ഈ കാണുന്നത് നമ്മുടെ ജെയിൻറ്റ് സ്വിങ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ, നമ്മുടെ കാരപ്പുഴയിലുള്ള. ഇനി ഈ സൈക്ലിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് സ്കൈ സൈക്ലിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. ഇത്ര ദൂരമുണ്ട് കേട്ടോ, നല്ല ഡിസ്റ്റൻസാണ്. എന്നാൽ പോവാൻസി ബാ. അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയില്ലേ, അത് ശരിക്കും എക്സിറ്റ് ആയിരുന്നു. എക്സിറ്റിൽ കൂടി നമ്മൾ കയറി വന്നത് അല്ലേ? അതെ, അറിയില്ലെന്നല്ല, അങ്ങനെ തന്നെയാണ്. ഈ സൈഡിലാണെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഒരു കാറ് കയറി വരുന്നുണ്ട്. ശരിക്കും നമ്മൾ ആ വഴിയായിരുന്നു വരണ്ടേ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ആ വഴി വരണ്ട, അത് ഇച്ചിരി മോശം വഴിയാണ്, അതുകൊണ്ട് എക്സിറ്റ് വരുന്ന വഴി അങ്ങ് പോന്നാന്ന് പറഞ്ഞിട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ആ വഴി കയറിയത്. അപ്പോൾ പോവാം. നമ്മൾ ആ കയറിയ വഴി ഇറങ്ങാൻ പോവാണേ. അത് കാണൂല്ലേ അങ്ങനെ. കാര്യം കുറഞ്ഞ ദൂരമേ ഉള്ളൂ, പക്ഷെ കിടക്കുന്ന കണ്ടാണല്ലോ. ഇവിടുന്ന് അങ്ങ് നോക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് മനസ്സിലാവുക. വലിയ കയറ്റമായിരുന്നു അല്ലേ? ഒരഞ്ഞിട്ടുണ്ട്, കൊറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. കേറാതെ വരുമ്പോഴേ മഴയുള്ള സമയത്തൊക്കെ കേറും. അന്നേരം ക്ലച്ച് ഒന്ന് താങ്ങി കൊടുക്കും ചിലവര്. ആ ക്ലച്ച് താങ്ങലിൽ ടയർ ഒന്നും കൂടി അങ്ങ് കറങ്ങും. ആ കറങ്ങലിൽ വണ്ടിയാണ് അങ്ങ് നേരെ പോവാല്ലേ. അവിടെ എത്തിയില്ല.
ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും ആ വണ്ടി ഒന്ന് ജസ്റ്റ് കണ്ടപ്പോ നിർത്തിയതാണ്. അപ്പൊ ആ ചേട്ടൻ അപ്പോഴാണ് ശരിക്കും വേറെ കാര്യം നമ്മളവിടെ നിർത്തിയോണ്ടാണ് അങ്ങനെ ഒരു പാർക്ക് അവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ജസ്റ്റ് മേള് വരെ ഒന്ന് പോയിട്ട് പോരേന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ്. വാവ് അഡ്വഞ്ചർ എന്നാണ് അതിന്റെ പേര്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു വൈത്തിരി എത്തുന്നതിന് മുമ്പാണ്. അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതാണ് ഈ കാണുന്നതാണ് വൈത്തിരി പാർക്ക്. ഇത് വൈത്തിരി പാർക്ക്. പക്ഷെ ഈ വൈത്തിരി പാർക്ക് ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് കയറുന്നവരാണ് ഈ വൈത്തിരി പാർക്ക് കഴിഞ്ഞ ഉടനെയാണ് റോഡ് സൈഡിൽ തന്നെ വണ്ടി കാണാം. അപ്പൊ നമുക്ക് ആ വണ്ടി കണ്ട് മനസ്സിലാക്കാം അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ശരിക്കും അതിനു വേണ്ടിയാണ് പെട്ടെന്ന് നമ്മൾ ആ വണ്ടി ശ്രദ്ധിക്കും. ഒരുമാതിരി അത്രേ ഉള്ളൂ നമ്മുടെ വണ്ടി. അതായത് പൊളിച്ചു കേട്ടോ. നമ്മളിതാ പൂക്കോട് എത്താനായി. ഞങ്ങള് പൂക്കോട് ലേക്കിലേക്ക് എത്തിട്ടോ. ലേക്കല്ല, പൂക്കോട് ലേക്കിലേക്ക് തിരിയുന്ന വഴിയിൽ അവിടെ എത്തിട്ടോ. ഇവിടെയാണ് നമ്മുടെ കിളികളുടെ സംഭവം ഉള്ളത്. എന്തായാലും പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്കിങ്ങിലിട്ടു. ഞങ്ങൾ പൂക്കോടിലേക്ക് കാണിക്കാത്തതെന്ന് വെച്ചാൽ എല്ലാവരും പോകുന്ന സ്ഥലമാണത്. ഇപ്പോൾ പൂക്കോടിലേക്കിൻ്റെ അടുത്ത് തന്നെ വന്നൊരു ബേഡ്സിൻ്റെ കോപ്പിയടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അധികം പ്രശസ്തമായ സ്ഥലങ്ങളിലൊന്നും പോകുന്നില്ല കേട്ടോ. ഇന്നലെ ഒരു ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ വെറും കോപ്പിയടിയാണല്ലോ, ആരുടെ കോപ്പി അടിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ബാക്കിയുള്ള കാര്യത്തിൽ കോപ്പി അടിക്കാൻ രസമുണ്ട്. അതെ, ഒരിക്കലും കോപ്പി അടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത്. നമ്മൾ മാപ്പിൽ നോക്കുന്നു, അതിൽ കാണുന്ന ഓരോ സ്ഥലങ്ങളങ്ങ് വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ പോയി നോക്കാം ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന്. ഇതൊക്കെ പൂക്കോട് ലേക്കിലേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇവിടെ പൂക്കോട് ലേക്കിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത് കേട്ടോ. നമ്മൾ പോകുന്നത് ഇതിവിടെ ജംഗിൾ ബുക്ക് കേട്ടോ. നമ്മൾ പോകുന്നത് ഇങ്ങോട്ട്. അവിടെ കൊണ്ടുവച്ചിട്ട് കുറേ നടക്കണായിരുന്നു അല്ലേ. 4-1 നമുക്ക് ഇവിടെ അങ്ങോട്ട് ടിക്കറ്റ് എവിടെയാന്ന് അറിയില്ല കേട്ടോ. ഇതാണ് ഇവിടെ വിൽക്കാൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം ഇല്ല. ഇത് നിയമങ്ങൾ തുടങ്ങി കേട്ടോ. നിയമാവലി. ഐസ്ക്രീം അല്ല ഇവിടെ നിന്നാണ് കേട്ടോ. ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് ടിക്കറ്റ്. ടിക്കറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് നമുക്ക് വരുന്നത് 60 രൂപയാണ്. ഒരാൾക്ക് 60 രൂപ, പിള്ളേർക്കാണെങ്കിൽ 40 രൂപ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി നടക്കാം അല്ലേ. നമുക്കതിലേ അങ്ങ് പോയിട്ട് കുഞ്ഞാറ്റെ ഇതുണ്ടോ, ഇതെന്താണെന്നറിയാം? അത് കോഴിയല്ല, കൊത്തുവോ? ദൈവം ഫ്രണ്ടിൽ പോയിക്കോട്ടെ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കൊത്ത് കൈ കഴുകാനേ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കൈ ഒന്ന് കഴുകണം കേട്ടോ. ഇത് സൂര്യകാന്തിൻ്റെ വിത്തല്ലേ? ഇതുണ്ടോ? ഇതെന്ത് കിളിയാ? സൺ ക്വീൻ. കുഞ്ഞാറ്റെ തൊടണോ? കയ്യില് തൊട്ടോ, കയ്യിൽ വേണം എങ്കിലേ നിൽക്കുള്ളത്. ഇവിടെ മൊത്തം എത്ര തരം തൈ ഇതുണ്ട്? കുറേ ഉണ്ട് അല്ലേ? നിങ്ങൾ ഇറങ്ങണില്ലല്ലോ ആൻസി. ആൻസി ഇങ്ങോട്ട് തിരികെ. ആഹാ, ആൻസിൻ്റെ കൂടെ പോരുമെന്ന് തോന്നുന്നു. കുഞ്ഞാറ്റ് തൊട്ടോ? തൊട്ടോ? നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് കയറുവാണേ. ഇത് വലിയ സാധനമാണല്ലോ. ഇത് തോളത്തിരുന്ന പണി പാടുമല്ലോ ആൻസി. മേത്തേക്ക് വരില്ല. ഇത് ശരിക്കും 1 മാസമായിട്ടുള്ളൂ കേട്ടോ ഇവിടെ തുടങ്ങിയിട്ട്. ഇത് ആഫ്രിക്കൻ തത്തയല്ലേ ആൻസി? ലിയോ ലിയോ
കാണുമ്പോൾ ഇതിൻ്റെ ചുണ്ട് കാണുമ്പോഴാണ് പേടിയാകുന്നത്. എങ്ങാനും കൊത്തിയാലേ അല്ലേ? ആ ഇവിടെ ഒരു ഗ്രേ പാരറ്റ് ഉണ്ട് കേട്ടോ. കൊക്കറ്റോ. ഓക്കെ. ഏയ് കൊത്തുവോ? കൊത്തല്ലേ? കൊക്കറ്റോ എന്ന് പറഞ്ഞാൽ കൊത്തല്ലേ? ഇത് തത്തയാണ് കേട്ടോ, ഗ്രേ കളർ തത്ത. എടി നമ്മൾ അന്നേ നമ്മൾ അന്ന് ഏതോ ഒരു പാർക്കിൽ പോയപ്പോൾ പക്ഷെ അതിനെ ശരിക്കും കാണാൻ പറ്റിയില്ല അല്ലേ? ശരിക്കും കാണാൻ പറ്റിയില്ല. തൊടണ്ട, കൊത്ത് കിട്ടിയാൽ മേടിക്കേണ്ടി വരുവേ. ഇനി അപ്പുറത്ത് ഇതെന്ത് കിളിയാ? പൈനാപ്പിൾ കോക്ടെയിൽസ്. ഇതും കയ്യിലേക്ക് വരും അല്ലേ? നേരത്തെ ഉണ്ടായിരുന്നൊക്കെ തിന്ന് തീർത്ത്. എന്നാ വയറ് നിറഞ്ഞിരിക്കുമെന്ന് തോന്നുന്നല്ലേ? ബാ 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 ഫാൻസി ഫാൻസി ഇതൊരു പുതിയ അനുഭവമായില്ലേ അല്ലേ? കുഞ്ഞാറ്റ കിളീനെ കാണുന്നുള്ള രീതിയിൽ വന്നു കേട്ടോ. സംഭവം അടിപൊളിയായി എന്തായാലും. അടുത്ത ആൾ വരും. വാ വാ ചാടി വാ ചാടി വാ. ഇവിടെയൊക്കെ വേറെ കിളികൾ ഇരിപ്പുണ്ടേ. ഇത് പൊളിച്ചു അല്ലേ ആൻസി? തൊട്ട് വയ്ക്കോ കുഞ്ഞാറ്റ്, തൊട്ട് വയ്ക്കും. ഇങ്ങനെ തൊട്ട് വയ്ക്ക്. തൊട്ടു. പേടിയാണോ? കടിക്കുവോ? കടിക്കൊന്നുമില്ല കേട്ടോ. അതേ മേളിലൊരാളിരുന്ന് ആടുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കിളികളുണ്ട്. ഇത് കണ്ടോ, തുറന്ന് കയറുക ഉള്ളിലേക്ക്. വാ അടുത്ത സ്ഥലത്ത് വാ. ഇതിലെ ഞാനൊരു വഴി കഴിഞ്ഞത്. ഇല്ല ഇരിക്കുന്ന സാധനം ഇച്ചിരി ഡേഞ്ചർ കേട്ടോ അല്ലേ? നീ കാണുമ്പോൾ തന്നെ പേടിയാവും. ഡേഡി ഇവിടെ പാമ്പുണ്ടീ. ദേ കോറൽ ഗ്ലോ ബാറ്റിൽ പൈത്തോൺ. അമ്പോ വെളുത്തിരിക്കുന്നു. ഇങ്ങനെ വെളുത്തിരിക്കുന്നോ ആൻസി? ഇതേ പാമ്പ്. കൊച്ചിനൊന്ന് കാണിച്ചു കൊടുക്ക്. കാണിച്ചോ? ഇതേ കുഞ്ഞാറ്റി ഇതെന്താ നോക്കി? ഇതൊരു പാമ്പല്ലേ? അമ്മേ ഇനി മേളിലേക്കും ഉണ്ട് അല്ലേ? ഇതെന്താ ചേട്ടാ ഇതിന്റെ പേര്? ഇഗ്വാന. പാമ്പല്ലേ? മേളിലേക്കാ? ഈ സാധനത്തിന് കാണുമ്പോൾ തന്നെ പേടിയാവും അല്ലേ? വേണ്ട തുടരണോ ആൻസി? ആൻസിക്ക് തുടരണോ? അയ്യോ വേണ്ട, പോവാ. അതിൽ കാണുമ്പോൾ തന്നെ പേടിയാവുന്നത്. മേളിൽ ഇനി കിളികളുണ്ട്. പോയി നോട്ടെ. ഇതിന്റെ മേളിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, ആ സെയിം കളറിലുള്ള. ആൻസി സംഭവം എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയാ കേട്ടോ. ഇത് വയനാട്ടിൽ വന്നാൽ ഇതാരും മിസ് ചെയ്യരുത് കേട്ടോ. പൂക്കോട് ലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത് മിസ് ചെയ്യരുത്. പൂക്കോട് നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്, ഇതാദ്യമായിട്ടാ. ഇവിടെ കുറേ ഉണ്ട് അല്ലേ? ഒരു സൈഡ് കണ്ട് തിരിച്ചു വരാം, അങ്ങനെയാന്ന് തോന്നുന്നു. എടി ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് ആൻസി? ഓ ഇത് മറ്റേ ഏഷ്യ റാറ്റാണ്. എലി അതിൻ്റെ അകത്ത് എലി. ഇത് തത്തമ്മ കേട്ടോ. ഇതുണ്ടോ, ഇന്തോനേഷ്യയിലെ തത്തമ്മയാണ്. ചാറ്ററിങ് ലോറിയാ. ഇതെങ്ങനെയാണ് ആടണേ? എന്താണ് ഇങ്ങനെ ആടണേ? അതിൻ്റെ കളർ സൂപ്പർ കേട്ടോ. ഇത് നോക്കിയേ, ഡയമണ്ട് ഡൗ. ഇതായിരിക്കുന്നു. നല്ല നീറ്റായിട്ടാണ് സംഭവം കൊണ്ടുപോയി നടക്കുന്നത് കേട്ടോ. എന്താ ഇത് ആഫ്രിക്കയിലെ സാധനമാണ്. സിംഗിൾ പാറ്റ്. എന്തോ ഒരു തത്തയാണ്. നമുക്ക് ഒരു സൈഡ് തീർത്തിട്ട് അപ്പുറത്ത് കൂടി വരാം അല്ലേ? അതുപോലെ ഇത് അടുത്ത കിളികൾ. ഉള്ളി ഉറക്കമാണ്, ക്ഷീണമാണ്. ആഫ്രിക്കൻ ലവ് ബേഡ്സ്. ഇത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡ്സ് അറിയാമോ? കാലിഫോർണിയത്തെ സാധനം കേട്ടോ. ഇത് കൊള്ളാമല്ലോ.
പുള്ളിക്കാരി നല്ല സുന്ദരിയാണല്ലോ അല്ലേ? റെഡ് ലോറി. കിളികൾക്ക് മാത്രമേ ഉള്ളൂ ഹായ്. ഇത് നമ്മുടെ ഇതും ആഫ്രിക്കത്തെ ആണല്ലേ ലവ് ബേർഡ്സ്. ഇത് നമ്മുടെ ലവ് ബേർഡ്സ് ആണ്, പക്ഷെ അത് ആഫ്രിക്കത്തെയാ. ആൻസി ഇത് നോക്ക്, കുഞ്ഞു കിളി. ഇതാണ് കുഞ്ഞാറ്റ കുഞ്ഞു കിളി. എന്തിനെ കിളീനെയോ? അങ്ങനൊന്നും തരാൻ പറ്റൂല. ആ താഴെന്ന് പിടിച്ചാ ഞാൻ പിന്നെ വേറെ ഉണ്ടാവും ഓർത്ത എൻ്റെ കുരു രണ്ടെണ്ണം പിടിച്ച കാര്യം. വേറെ ഇല്ലല്ലോ ഇനി അങ്ങനെ. ആ അത് കൊള്ളാലോ. ഇതെന്താ സാധനം? കോഴി. ആ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട്, ഭയങ്കര നീട്ടമുള്ള എന്തോ ഒരു സാധനം പോലെ. ആ ഒരുമിച്ച് അടുത്തൊരു കോഴി കേട്ടോ. ബർഹിം ചിക്കൻ അമേരിക്ക. ഇത് കൊള്ളാം. സിൽവർ പെസന്റ് ചൈന. ഇത് ചൈനത്തെ സാധനം കേട്ടോ. ഓ ചൈനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും. ചൈന പോവാണ്ട് തന്നെ ഇവിടെ വന്ന് കാണാം. ഇത് നമ്മുടെ ഗോൾഡൻ പെസന്റ് ചൈന. ആ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ഒരു അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട് കേട്ടാ. ആ ഇത് കൊള്ളാലോ. ഓ ഇത് എട്ടുകാലി. ഇത് നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ, ഇത്രയും വലിയ എട്ടുകാലിനെ. സിനിമയില് ഇംഗ്ലീഷ് സിനിമയിൽ കാണാലോ. സംഭവം മെക്സിക്കോന്ന് കൊണ്ടുവന്ന എട്ടുകാലിയാ. ഇത് പാമ്പാണ്. ഇത് എലിയല്ലേ? അതില് തുടരുത്. ഇത് ആഫ്രിക്കത്തെ ഒരു സംഭവമാണ്. എലി തന്നെയല്ലേ ഇത്? എലിന്റെ ആഫ്രിക്കൻ എലി. ഇത് വേറെ എലി. ഇത് അതിന്റെ വലുത്. ഉറങ്ങുവാണ് അല്ലേ? അത് ഉറങ്ങണ കണ്ടോ? അല്ലെങ്കിൽ അത് ഉറങ്ങുന്നതാ. ആ അങ്ങനെ തോന്നുള്ളൂ. ഇത് മറ്റേ സാധനം നമ്മുടെ ഇതൊക്കെയാണ് കഴിക്കണേ. ഇത് പിഗാണ്. പെറുത്ത സാധനം കേട്ടോ. അർജന്റീനത്തെ ഒരു എലിയാണ്. എലിയല്ല, പിഗ്. പന്നി, ഗിനിപ്പന്നി എന്നൊക്കെ പറയാ. ഗിനിപ്പന്നി എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇത് തേള്. ഇത് വലിയ തേള്. ഒറിജിൻ വെസ്റ്റ് സെൻട്രൽ ആഫ്രിക്ക. ഓ ഇത് ആഫ്രിക്ക എന്ന് പറഞ്ഞ ഇതാട്ടോ. എൻ്റെ ചെറിയൊരു തേള് ഇവിടെ ഉണ്ടേ. ദേടി ഇവിടെ ഒരാളെന്ത്രി. വേറെ ഉണ്ടല്ലേ? ഇതെന്താണ് സാധനം? ഹെഡ്ജ് ഹോഗ്. മുള്ളമ്പന്നിയാണോ? അല്ല, ഇതിൽ മൊത്തം മൂടി കിടക്കും അല്ലേ? ആ ഇത് എന്താ സംഭവം? ഹോഗ് മുള്ളമ്പന്നി തന്നെയാ? ആ ചെറുത് അല്ലേ? ആ ഇതിൻ്റെ വലുതാണ് നമ്മുടെ ഇവിടെ മുള്ളമ്പന്നി. ഓ ഈ കാണുന്നത് രോമല്ല കേട്ടോ, ഇതൊക്കെ മുള്ളാണേ. കുഞ്ഞാറ്റനെ വിളിക്കണേ എന്തോന്നോ. കോഴിയോ? ഇത് കോഴി അല്ലടി, മൈസ്. ആ ചുണ്ടലി മൈസ്. അതെന്തൊരു സാധനം? അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് അവിടെയൊക്കെ ഉള്ളൊരു സാധനം കേട്ടോ. ഇതുണ്ടോ? ഇതിൻ്റെ അകത്തില്ല, ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. മൈക്രോ സ്ക്വരലാണ്. ഇതാ ഇത് നമ്മുടെ അണ്ണാനാണോ? കൊച്ചിൻ്റെ ആപ്പിൾ ഈ അണ്ണാൻ കഴിക്കുക എന്നാണ് കൊച്ചു പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതെവിടെ? ഈ ഇരിക്കുന്നവർ അത് തന്നെയാണ് കേട്ടോ. ഇതുണ്ടോ? ഷുഗർ ഗ്ലിഡർ. ഓസ്ട്രേലിയത്തെ സാധനമാണ് ഇത്. ഗ്രീസിത്തെ ഹാംസ്റ്റർ. എന്താണ്? വാ വാ വാ. പ്രാർത്ഥിക്കുകയാണോ? എന്താണ്?
ഇതിലും ഉണ്ട് കേട്ടോ. ഇതും പക്ഷേ ഇതിൻ്റെ അടിയിലാണ് മൊത്തം. ഇതാണ് ഇതിൻ്റെ പേര്. റാറ്റാണ് എലി. എല്ലാം അതിൻ്റെ അടിയിലാണ്. പുള്ളിക്കാരെല്ലാവരും അതിൻ്റെ അടി കയറി വീഴുക. ഇപ്പോൾ നമ്മൾ പോവുകയാണേ. ടാറ്റ കൊടുക്കും കുഞ്ഞാ, ടാറ്റ കൊടുക്കേ. അതെ, പ്രാവുകളെ കണ്ടോ അതിൻ്റെ പുറകെ പോയി. ആ പ്രാവ്, അത് പൂച്ച. കൈയിടല്ലേ കേട്ടോ. കുഞ്ഞു പൂച്ചയൊക്കെ തന്നെ, കൈ ഇട്ടേക്കരുത്, കടി കിട്ടും. ഇവിടെയൊക്കെ എന്തോ ഉണ്ടായിരുന്നല്ലേ, ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഉള്ളിൽ കയറിയാലോ ഒന്നും കൂടി. സംഭവം രസമല്ലേ. ഇത് നമ്മുടെ ഗിനിക്കോഴിയല്ലേ? ആ, ഞങ്ങളങ്ങനെ പൂക്കോട് ലേക്കിൽ കയറി കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ഇത് ഈ സാധനം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമാണ് ഈ കാണുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഈ 2 പെഡലുള്ള ബോട്ടിൽ കയറി നമുക്ക് ഈ തടായത്തിൽ കൂടിയൊക്കെ അങ്ങോട്ട് പോകാം കേട്ടോ. 1 മണിക്കൂർ തന്നെ സമയം. പക്ഷേ ഇവിടെ ഇതുമുണ്ട്, ഹയാക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ധൈര്യമുള്ളവർക്ക് പോവാം, പേടിയുള്ളവർക്ക് പറ്റൂല. ഇവിടുത്തെ കണ്ടില്ലേ, ബോട്ട് കണ്ടില്ലേ, ഒരു പ്രത്യേക സൈസല്ലേ നോക്കി. ഞങ്ങളിവിടെ കയറാൻ കാരണം എന്താ പറയുക, ഈ ടീം പാർക്ക് കണ്ടപ്പോൾ പാർക്കിൽ നിന്ന് പോകണില്ല. എന്താ കുഞ്ഞാറ്റെ ഇങ്ങോട്ട് നോക്കിയേ, എന്താണ് ചിരിക്കണേ? ബേക്കിൽ കൊച്ചു നോക്കുമ്പോൾ കൊച്ചിൻ്റെ പുറകെ താറാവ് വരുവാണ്. അതാണ് സംഭവം. ഈ വെള്ളത്തിലൊക്കെ ഒരു കളർ കണ്ടോ അൻസി? എന്തോ ഒരു അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക്. സംഭവം എന്തേ, ഇങ്ങനെ ഒരു കൂണ് കണ്ട് കൊച്ച അതിൻ്റെ ഉള്ളിൽ കയറി. ഇപ്പോൾ അത് ഇറങ്ങി വരുന്നില്ല. കുഞ്ഞാറ്റെ വാ പോവാ, ഇങ്ങോട്ട് പെണ്ണേ. നോക്ക്, ഇറങ്ങുന്നേ ഇല്ല, പുള്ളിക്കാരത്തേക്ക് ഇറങ്ങണമെന്നേ ഇല്ല. അങ്ങോട്ട് തിരിച്ചു പോണ വഴി കേട്ടോ. ഇതിലേ വാ ദേ ഉരസിക്കേ. പേടിയോ? എന്നാ ഇതിലെ കഥക് തുറന്നു വാ, ഈ കടവാവിൽ തുറന്നു. അങ്ങനെ തന്നെ വാ. അല്ല പിന്നെ വാതിലൊക്കെ അടച്ചു വെച്ചേക്കാം. പോവാ, ഇനി കയറണ്ട. വാ, ഐസ്ക്രീം മേടിച്ചുതരാം. വാ. ഞങ്ങൾ ശരിക്കും പൂക്കോട് കയറണമെന്ന് ഒരു താല്പര്യം ഇല്ലാണ്ട് വന്നാട്ടോ. താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞങ്ങൾ പണ്ട് കുറേ കയറിയതാണ്, ഞാനും ആൻസിയും കൂടി. അതുകൊണ്ട് ഇത് കണ്ടോ, ഈ വെള്ളത്തിലേക്ക് ഒരു പായലിൽ പൂ ഉണ്ടായിരിക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് അങ്ങനെ കറക്റ്റ് മനസ്സിലായി. പക്ഷെ അങ്ങോട്ട് നോക്കി, വെള്ളത്തിന് വേറെ കളറായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും ഉള്ളിൽ കയറിയത്. പൊളിച്ച് ശരിക്കും ഇതിൻ്റെ ചുറ്റും നമുക്ക് അങ്ങ് ലാസ്റ്റ് കൂടി ഇങ്ങോട്ട് നടക്കാം. ചുരുങ്ങിയതൊരു 1.5 മണിക്കൂർ നടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ആൻസിയും കൊച്ചും അവിടെ ഇരിക്കുന്നുണ്ട്, കാരണം കുഞ്ഞാറ്റേനെ കുരങ്ങ് ഓടിക്കുക കണ്ടോ. ഇപ്പുറ സൈഡിൽ ശരിക്കും അങ്ങോട്ട് ഇത് ഫിഷറീസിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ കേട്ടോ, ഫിഷറീസ് വകുപ്പിൻ്റെ കാര്യം. ഞാനങ്ങനെ പറയാൻ കാരണം, ഇവിടുന്ന് കുറേ മീനുകളെ കൊണ്ടുപോയി, പപ്പ ഉണ്ടായിരുന്നു ഇതിലേക്ക് കേട്ടോ. പപ്പ കുറേ മീനുകളെ കൊണ്ടുപോയി നമ്മുടെ കുളത്തിലേക്ക് ഇടുമായിരുന്നു. ഇതിൻ്റെ അകത്ത് നിറച്ച് മീനുണ്ടെന്നേ. ഇത് വലിയ മീൻ കാണൂല, അതാണ്. അതിലും ഉണ്ട് മീൻ, 3 എണ്ണത്തിലുണ്ട്. അപ്പുറത്തേക്കൊക്കെ ഫിഷറീസിൻ്റെ ഉണ്ട് കേട്ടോ. അതല്ലേ, കാണൂലടി, വെയിലടിക്കുന്നുണ്ട്. ഓ കുഞ്ഞാറ്റേനെ കുരങ്ങൻ ചെറുതായിട്ടൊന്ന് ഓടിച്ച്. കുഞ്ഞാറ്റെ, കുരങ്ങൻ വരുന്നുണ്ടോ? പേടിയുണ്ടോ കൊച്ചിനെ? പേടിയുണ്ടോ? നമുക്കിനി ജസ്റ്റ് ഒന്ന് നടക്കാമല്ലേ? കുരങ്ങന്മാരുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അത് മാത്രം നമ്മൾ സൂക്ഷിക്കണം. ക്യാമറ എടുത്തോണ്ട് ഓടുമോ? പക്ഷെ ആ വെള്ളം നോക്ക്, വെള്ളത്തിലെ കളർ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ആൻസിക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇതിൽ നടക്കുമ്പോൾ? അതെന്താ? എന്ത്? ഇത് ഫിഷറീസിൻ്റെ സംഭവമാണ് ഇവിടെ. മസാജ് സെൻ്റർ അല്ലേ, മീനിൻ്റെ അല്ലേ? ഫിഷ് സ്പാ. അതെവിടെ ആയിരിക്കും? ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ആ ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ബോട്ടുകൾ സൈഡാക്കിയിട്ടേക്കുന്ന ബോട്ട് സ്റ്റാൻഡാണ് ഇല്ലേ, ഇവിടെ ഇരിക്കും. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ ബോട്ട്. കുരങ്ങന്മാർ കണ്ടുപോകാനുണ്ട്, അത് മാത്രം നമ്മൾ സൂക്ഷിക്കണം. കൊങ്ങിന് കണ്ടപ്പോൾ കൊച്ചു കുരങ്ങൻ്റെ ഭാഷയാണ് സംസാരിക്കണേ. അത് കൊള്ളാലോ. ഇതുണ്ട്, ഇതൊരു പായലാടി, അത് നോക്ക്. ആ പായലിൽ നിന്ന് വന്നേക്കുന്ന ഒരു പൂവാണത്. അങ്ങോട്ടൊക്കെ അങ്ങറ്റത്തേക്ക് നല്ല സൂപ്പർ കളറായിട്ടോ കിടക്കുന്നത്. കാണുന്നില്ല, അകലേ നിന്ന് നോക്കുമ്പോൾ നല്ല കളറാ. ആൻസി എന്നാ പോവാ? എന്നാ പിടിച്ചോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ക്ലാരിറ്റി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം എന്നെ ഇവിടെ കടകളുണ്ട്. ഇതിലെയാണ് ഈ വഴിയുണ്ടോ, ഇതിലെയാണ് നമുക്ക് നടക്കേണ്ടത്. ഈ വെള്ളത്തിൻ്റെ ആ അറ്റത്ത് കൂടി അങ്ങനെ ഫുള്ള് നടക്കാം. അപ്പുറത്ത് കൂടി അതിലേ തിരിച്ചു വരാം. നടക്കാൻ പോവാ ബോട്ടിലോ? ആ വെള്ളത്തിൽ കിടക്കാത്ത സാധനത്തിനാണ് നിനക്ക് കയറണ്ടേ.
വേണേൽ കുഞ്ഞാറ്റനെ കയറ്റിയിരുത്താൻ ഇതിലിരുത്ത് ഈ ഫ്രണ്ടിത്തേല്. അങ്ങനെ കുഞ്ഞാറ്റ ബോട്ടിൽ കയറി കേട്ടോ, ടൈറ്റാനിക്ക്. അവിടെ ഇരുന്നോ. ഇതൊക്കെ കാണുന്ന അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ. ഈ ഫോറസ്റ്റിൻ്റെ കണ്ടോ കുരങ്ങന്മാർ പോകണുണ്ടോ, ഇവരുടെ കയ്യിൽ എന്തെങ്കിലും തിന്നാനുള്ള സാധനം ഉണ്ടോ എന്ന് നോക്കിയാണ് ഈ പോകുന്നത്. ആ പോയവരുടെ കയ്യിൽ ഇതിലിങ്ങനെ പണ്ടുണ്ടല്ലോ ആൻസി, ഇവിടെ കുതിര സഫാരിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെ ചുറ്റും ഇങ്ങനെ കുതിര. അന്നേരം എന്താണെന്ന് വെച്ചാൽ ഇതിലെ നമുക്ക് നടക്കാൻ പറ്റില്ല, കുതിരേൻ്റെ ആ ഒരു കാട്ടത്തിൻ്റെ മണം കാരണം. ആൻസിക്ക് അറിയില്ല, ഒന്നും അറിയാത്ത പോലെ നിൽക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും മെല്ലെ പോവാട്ടോ. പോവാടി. അങ്ങോട്ട് പോയാൽ എന്താ അറിയുക, കുരങ്ങ് ഓടിക്കും. പിന്നെ വെറുതെ വിശന്ന അതിനെ നടക്കണ്ടല്ലോ. എന്താ കുഞ്ഞാറ്റനെ ഒന്ന് കാണിക്കാൻ തൊട്ട് കയറിയതാണ്. കാരണം ഞങ്ങൾ പണ്ട് കുറേ വന്നതാണ് അല്ലേ ആൻസി, അല്ലേ? ആ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞൊക്കെ വന്നായിരുന്നു. അപ്പോൾ അന്ന് കുഞ്ഞാറ്റില്ലല്ലോ, അപ്പോൾ കുഞ്ഞാറ്റനെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നല്ല പുറത്തിറങ്ങാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നു. ഇനി നമ്മൾ നേരെ നമ്മുടെ ചെങ്ങലമരം കാണാൻ പോകാൻ. ആൻസി, നീ ഇന്നവരെ കണ്ടിട്ടുണ്ടോ ചെങ്ങലമരം? വയനാട്ടിലായിട്ട് കണ്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ ചെങ്ങലമരം കാണാൻ പോകാം. അതെ, കൊച്ചും തിന്നുന്നുണ്ട് 2 അപ്പോൾ നമുക്ക് നേരെ ചെങ്ങലമരം കണ്ടിട്ട് പോവാട്ടോ. അങ്ങനെ നമ്മൾ ചെങ്ങലമരത്തിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. ഈ ചെങ്ങലമരം എന്ന് പറയുമ്പോൾ ഒരുപാട് ഹിസ്റ്ററി ഉള്ളൊരു സംഭവമാണ് ഈ ചെങ്ങലമരം എന്ന് പറയുന്നത്. അത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ, ചെറിയൊരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രതിഷ്ഠയല്ലേ ഇത്, അതിനല്ലേ പറയാ. ഈ കാണുന്നതാണ് കരിന്തണ്ടൻ. അതായത് വയനാട്ടിൽ വരുന്ന പലരും ഇത് കണ്ടിട്ടില്ല ഇതുവരെ. ഈ കാണുന്നതാണ് കരിന്തണ്ടൻ്റെ ഒരു ഫോട്ടോയാണ്. അതായത് കരിന്തണ്ടൻ എന്ന് വെച്ചാൽ വലിയൊരു സ്റ്റോറി ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, 1750-നും 1800-നും കാലഘട്ടത്തിൽ ചിപ്പിലത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ. താമരശ്ശേരി ചുരത്തിൽ ഉപജ്ഞാതമായി ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. മൂപ്പൻ്റെ ആത്മാവി ചങ്ങലയിൽ കുടുങ്ങിയിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഇതിനൊരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ ഈ വയനാടൻ ചുരം ഉണ്ടല്ലോ, വയനാടൻ ചുരം, അതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ വയനാടൻ ചുരം ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത്, ആൻസി കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്ന കഥ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവർ ഈ കരിന്തണ്ടൻ എന്ന് പറഞ്ഞ ഈ മൂപ്പനെ കൊണ്ടാണ് വഴി തെളിച്ച്, പുള്ളിയാണ് വഴി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് ആ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മൂപ്പന് ക്രെഡിറ്റ് കിട്ടുമെന്ന് അവർക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മൂപ്പനെ അവർ കൊന്നു. റോഡ്. അപ്പോൾ ആ മൂപ്പനെ അവർ കൊന്നു. അങ്ങനെ കൊന്നതിന് ശേഷം ഒരു കാലഘട്ടം കഴിഞ്ഞ് പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ചുരത്തിൽ വരുന്ന കാളവണ്ടി, അങ്ങനത്തെ വണ്ടികളൊക്കെയാണല്ലോ പണ്ടത്തെ. ബ്രിട്ടീഷുകാരുടെ വണ്ടികളാണെങ്കിലും വരുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴത്തേക്കും വണ്ടി ആക്സിഡൻ്റായി അവർ മരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഈ മരത്തിൽ ചെങ്ങലയിട്ട് പൂട്ടിയേക്കുന്നത്. പണ്ട് കുറേ ബസ്സുകളും, നമ്മൾ ബസ്സൊക്കെ ഉള്ള സമയത്തൊക്കെ കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്, ഈ ചെങ്ങലിട്ട് ബന്ധിച്ചേക്കുന്നതെന്നാണ് വിശ്വാസം കേട്ടോ. അതാണ് കരിന്തണ്ടൻ്റെ ഒരു സ്റ്റോറി. ഇനി നമുക്ക് തിരിച്ചു പോകാൻ ഇപ്പോൾ വയനാട്ടിൽ വന്ന മെയിനായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സംഭവം, നമ്മുടെ ചുരത്തിൻ്റെ വഴി കണ്ടുപിടിച്ചത് കരിന്തണ്ടനാണ്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. ടൂറിസ്റ്റ് പ്ലേസ് കാണുന്നതും അതേപോലെ തന്നെ ഒരു പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് മെല്ലെ പോവാം അല്ലേ? നമുക്കിനി നല്ല വീട്ടിൽ പോവാം. ചൂച്ച് മേടിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു ചെറിയ ടെസ്റ്റ് വീഡിയോ ആണ്. അതുമല്ല, ഞങ്ങൾ ഇവിടുന്ന് പോകാത്തത്, വയനാട്ടിൽ നിന്ന് പോകാത്ത ആൻസിക്ക് വയ്യ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ നമ്മൾ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞങ്ങൾ പോകാത്തത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് പറയണം. ഒരു ടെസ്റ്റ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ പിടിക്കടി, നീ അല്ലേ ഇവിടെ പിടിച്ചോളാന്ന് പറഞ്ഞത്. ടീം ഒരേ ഓട്ടമാണ് കേട്ടോ ഇതിലെ. അപ്പോൾ ഈ കരിന്തണ്ടൻ്റെ സ്റ്റോറിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്, മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ഇതൊരു ആൽമരം കേട്ടോ, ആൽമരത്തിൻ്റെ ചോട്ടി വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ക്ലാരിറ്റീൻ്റെ കാര്യം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ലാരിറ്റീൻ്റെ ചെറിയൊരു സെറ്റിങ്സ് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി ഒന്ന് പറയണം. എന്താ പിന്നെ അപ്പോൾ നമുക്ക് പോവാട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നുണ്ട്. നമ്മുടെ ഓൾ കേരള യാത്ര നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ, ഉടനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് നമ്മൾ കേരളം കൂടി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ വരും വീഡിയോസിൽ പുതിയ വിശേഷങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ ബൈ.